ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മകളെയല്ല, ആരുടെ മകളെയാലും അവൻ കല്യാണം കഴിക്കും. കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കും. എന്റെ മകൾക്ക് ഒരാളോട് പ്രണയമുണ്ടെന്ന് കരുതി അയാളെ വിലയ്ക്ക് വാങ്ങാനൊന്നും ഞാൻ തയ്യാറല്ല. രാജു, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തായാലും എന്നോട് പറഞ്ഞാ പോരെ മേഡം. പിന്നെന്താ മേഡം, ഞാനിപ്പോ വരാം. മോളെ നിക്ക്. ചെറിയമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ചെറിയമ്മേ? മേടിക്കാനുള്ളത് അത്യാവശ്യ സാധനങ്ങളൊന്നല്ല. ഞാൻ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ രാജുവിനെ. മോളോട് മാത്രമായിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. മോള് വാ. എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്തണമെന്ന് പ്രതാപേട്ടൻ പറഞ്ഞു. ഞെട്ടണ്ട, ഇത്തവണ കല്യാണാലോചനകളൊന്നും വന്നിട്ടില്ല. മോളെ കെട്ടാൻ വേണ്ടി ബോറന്മാരും ഇല്ല. മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ട് മാത്രമേ വിവാഹം കഴിപ്പിക്കൂന്ന് ഏട്ടൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. മോളോട് ചോദിക്കാൻ പറഞ്ഞു. കല്യാണം ആലോചിക്കട്ടെ, അതോ മാട്രിമോണിയൽ പരസ്യം കൊടുക്കണോ? ചെറിയമ്മേ, ഇവിടെ എന്റെ മനസ്സറിയുന്നതും എന്നെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നതും ഒരേ ഒരാളെ ഉള്ളൂ. അതെന്റെ ചെറിയമ്മയാ. എന്താ ചെറിയമ്മ എന്നെ സ്നേഹിക്കുന്നില്ലേ? അതിനെന്താ സംശയം? ഞാൻ നിന്റെ കല്യാണത്തെ കുറിച്ചാ പറഞ്ഞത്. അതിനെന്ത് മറുപടിയാ തരാനുള്ളേ? ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. രാജു എന്റെ മനസ്സ് നിറയെ. രാജുനല്ലാതെ മറ്റൊരാളെയും വിവാഹം കഴിക്കാൻ എന്നോട് പറയരുത്. ഇക്കാര്യത്തിൽ പീഡങ്കോലിടാൻ അംബിക ചേച്ചിയോ ആ മരക്കഴുതിയോ ഇല്ല. ഏട്ടനോട് കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞ് ഈ കല്യാണം ഉറപ്പിക്കണം. അല്ല, ശേഖരേട്ടനല്ലേ പ്രതാപേട്ടനോട് ഇത് പറയേണ്ടത്? നമുക്ക് രണ്ടുപേർക്കും കൂടി പറയാം. പക്ഷേ ഏട്ടൻ എന്നെക്കാൾ വിശ്വാസം ഇപ്പൊ നിന്നെയാ. അതുകൊണ്ട് ഈ കാര്യം ഇനി മാറിപ്പോവാൻ പാടില്ല. എങ്ങനെ മാറാനാ? ദീപക്ക് ദിവ്യ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ തടസ്സവാദവുമായി അമ്പേച്ചിയും ദീപക്കും വരുമായിരുന്നു. ഋതുമോളെ അവനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറഞ്ഞ്. അംബിക ചേച്ചിയും ദീപക്കും യാതൊരു ഉളുപ്പുമില്ലാതെ ഇനിയും വരാം. ക്ഷത്രിയർക്ക് വേണമെങ്കിൽ 10 കല്യാണം വരെ കഴിക്കാന്ന വാദവും കൊണ്ട്. നേരാണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ക്ഷത്രിയർക്ക് അത്രയും കല്യാണം കഴിക്കാമോ? നീ പേടിക്കണ്ട, അങ്ങനൊരു നിയമമൊന്നുമില്ല. അഥവാ നിയമം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നിന്നെ ചതിക്കില്ല കേട്ടോ. നീ വാ. എന്തായി? യാമിനി ഹൃതിയോട് സംസാരിച്ചോ? സംസാരിച്ചു. എന്നിട്ട് ഹൃതി എന്ത് പറഞ്ഞു? അവളുടെ മനസ്സിലെപ്പോഴും രാജു മാത്രമേ ഉള്ളൂ കേട്ടോ. ഏട്ടനെന്തോന്നും മിണ്ടായിരിക്കുന്നേ? ശരാ, രാജു എന്റെ മകളെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ രാജുവിന്റെ തീരുമാനം എന്തായിരിക്കുന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ. പല അവസരങ്ങളുണ്ടായിട്ടും രാജു ഇതുവരെ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ഞാനന്ന് അവനെ അംഗീകരിച്ചെന്ന മട്ടിൽ പറഞ്ഞപ്പോൾ പോലും അവൻ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. മാത്രമല്ല
ഋതികയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് കരുതി രാജുവിന് ഇഷ്ടമുണ്ടാവണമെന്നില്ലല്ലോ. ഏട്ടാ, രാജുവിന് ഹൃദയമോളോട് ഇഷ്ടമൊക്കെ തന്നെയാ. അവന് ഏട്ടനോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ട് അകന്നു മാറി നിൽക്കുന്നതാ. പ്രതാപേട്ടനെ രാജുവിന് ജീവനാ, അതാ അവനിങ്ങനെ അകന്നു മാറുന്നേ. എന്നെ അവന് ജീവനാണെങ്കിൽ എന്റെ മകളെ അവൻ വിവാഹം കഴിക്കല്ലേ വേണ്ടത്. ഏട്ടനെ പോലെയുള്ള ഒരാളുടെ മകളെ അമിത ബഹുമാനം കൊണ്ടാ ആ ഒഴിഞ്ഞു മാറുന്നേ. പ്രതാപേട്ടൻ നേരിട്ടൊന്ന് രാജുവിനോട് സംസാരിച്ച എന്റെ മകളെ രാജു കല്യാണം കഴിക്കണമെന്ന് ഞാൻ അവനോട് അഭ്യർത്ഥിക്കാനോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ അവനോട് അപേക്ഷിക്കില്ല. രാജുവിന് ഋതികയോട് ആത്മാർത്ഥമായ പ്രണയം ഉണ്ടെങ്കിൽ മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മകളെയല്ല ആരുടെ മകളെയാലും അവൻ കല്യാണം കഴിക്കും. കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കും. എന്റെ മകൾക്ക് ഒരാളോട് പ്രണയമുണ്ടെന്ന് കരുതി അയാളെ വിലയ്ക്ക് വാങ്ങാനൊന്നും ഞാൻ തയ്യാറല്ല. അയാൾക്ക് കൂടി ഇഷ്ടം ഉണ്ടാവണം. രാജുവിന്റെ ഇഷ്ടം എന്താണെന്ന് ആദ്യം അറിയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. രാജുവിന് ഋതുമോളോട് ഉള്ള സ്നേഹമുണ്ട്. പക്ഷേ അവനത് തുറന്നു പറയില്ല എന്ന് എനിക്ക് തോന്നുന്നേ. അവനത് തുറന്നു പറഞ്ഞാൽ എന്താ? ചെറുപ്പക്കാരനായ ഒരു ധൈര്യമൊക്കെ വേണ്ടേ? ഇത്രയ്ക്ക് പേടിയോ? നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ, അതന്നെ കാര്യം. ഏട്ടനോടുള്ള ബഹുമാനം. എന്തോ സീരിയസ് ഡിസ്കഷൻ ആണല്ലോടാ. അതും നമ്മളില്ലാത്ത തക്കം നോക്കി. അമ്മ അവര് കാണണ്ട, നമുക്ക് ഇവിടുന്ന് തന്നെ കേൾക്കാം. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഏയ്, അവൻ അടിച്ചേൽപ്പിക്കൊന്നും വേണ്ട. അവനും ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിലല്ലേ കല്യാണം നടത്താൻ പറ്റൂ. അല്ല, അവനവിടെ കാണാനില്ലല്ലോ. അവനിപ്പോ വരും. ഞാൻ രാജുവിനൊരു കാര്യത്തിന് വിട്ടിരിക്കുക. മുഴുവൻ കേട്ടില്ലല്ലോടാ. രാജുവിനെ കൊണ്ട് എന്തോ സമ്മതിപ്പിക്കുന്ന കാര്യ അവര് പറയുന്നത്. എങ്കിലേ അത് മറ്റേ കാര്യമായിരിക്കുമല്ലോടാ. എന്ത് കാര്യം? ഡാ, അവരുടെ കല്യാണ കാര്യം. മേഡം, രാജു നിന്നെ. എടാ, ചെവി വട്ടം പിടിച്ചോ, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിങ്ങനെ കള്ളപ്പുള്ളികളെ പോലെ നിന്നാൽ എങ്ങനെയമ്മേ? നേരെ അങ്ങോട്ട് ചെന്നാലോ? ഓഫ്, എടാ, നേരെ ചെന്നാ പറയാനുള്ളത് അവര് പറയത്തില്ല. രാജു, ഞങ്ങളൊരു കാര്യം പറയാനാ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. എന്താ ശേഖരൻ സാറേ? പ്രതാപേട്ടൻ ഞങ്ങളെ ഏൽപ്പിച്ചൊരു കാര്യ. രാജുവിന്റെ അഭിപ്രായം അറിയാനാ പ്രതാപേട്ടൻ ഞങ്ങളെ ചുമതലപ്പെടുത്തി. അകലെ